മലപ്പുറം സംഘികൾ തീവ്രവാദ സംസ്ഥാനമായി ചിത്രീകരിച്ചും മിനി പാകിസ്ഥാനായി ചാപ്പയടിച്ചും നാഷണൽ ലെവലിൽ കടന്നാക്രമിച്ച കേരളത്തിന്റെ ഒരു സംസ്ഥാനം. ഇന്നും അവർ ആ പണി ശക്തിയുക്തം തുടർന്നു പോരുന്നുണ്ട്. ബട്ട് അന്ന് ഈ വടക്കേന്ത്യൻ ചാണക ലോബികളുടെ അജണ്ടയെ ചെറുത്തു തോൽപ്പിക്കാൻ മുന്നിൽ നിന്നവരുടെ കൂട്ടത്തിൽ ഒരു മതേതരനായും നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനായും മുന്നിൽ നിന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഇനി എനിക്കറിയാവുന്ന മലപ്പുറത്തെ പറ്റി പറയാം. നല്ല സ്നേഹസമ്പന്നരായ ഉമ്മമാരുള്ള നാട്, അതേ സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പുന്നവരുടെ നാട്, മറക്കാനാവാത്ത രുചികളുടെയും കൈപുണ്യത്തിൻ്റെയും നാട്, നല്ല ഈമാനുള്ള, ദൈവഭയമുള്ള, ഭയഭക്തി ബഹുമാനമുള്ള യങ്ങർ ജനറേഷൻ ഉണ്ടായിരുന്ന നാട്. ഓരോ മലപ്പുറം കല്യാണങ്ങളിലും നടുവേ വേലി കെട്ടിത്തിരിച്ച് ആൺപെൺ വ്യത്യാസത്തിൽ ഭക്ഷണം വിളമ്പുമായിരുന്നെങ്കിലും ആ വിളമ്പുന്ന ഭക്ഷണത്തിന്റെ ഒരു പങ്ക് പാവപ്പെട്ടവർക്കും അനാഥാലയങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന നന്മ നിറഞ്ഞ മനുഷ്യരുണ്ടായിരുന്ന ഒരു നാട്. ഒരു അന്യമതസ്ഥൻ എന്ന നിലക്ക് വളരെയധികം വീടായി തോന്നിയ ഒരു വിഷയമായിരുന്നു ഈ വേലി കെട്ടിത്തിരിച്ചുള്ള ഈ കല്യാണങ്ങൾ. ഈ ഒരൊറ്റ വിഷയം മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വളരെയധികം സുന്ദരമാണ്. പിന്നീട് അങ്ങോട്ട് മൊഞ്ചന്മാരുടെ കാലഘട്ടമായിരുന്നു. സോഷ്യൽ മീഡിയ മൊഞ്ചന്മാർ, ടിക്ടോക്ക് മൊഞ്ചന്മാർ, ഇവരും ഈമാൻ വിട്ട് കളിക്കാൻ തയ്യാറായ കൂട്ടരായിരുന്നില്ല. ഇവിടെ വരെ എല്ലാം ശാന്തമായിരുന്നു, എല്ലാം നന്മയുടെ പാതയിലായിരുന്നു. പിന്നീട് അങ്ങോട്ട് എന്തൊക്കെയോ സംഭവിച്ചു. ഇന്നത്തെ മലപ്പുറം ഈ പറഞ്ഞു വെച്ച എല്ലാ നന്മകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഭയാനകരമായ രീതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമേ പറയട്ടെ, മലപ്പുറത്തിന്റെ നന്മയുടെ രുചികളെല്ലാം തന്നെ മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് മന്തിയും ചന്തിയും മയോണൈസും കൂട്ടിക്കുഴച്ച് ചണ്ണാക്കിലോട്ടിട്ടാലേ ഇറങ്ങുകയുള്ളൂ. 2, മതേതരത്വം പറഞ്ഞ് മുന്നിൽ നിന്നവർ മതം പറഞ്ഞ് 24 സീറ്റ് നേടിയെടുത്തിരിക്കുന്നു. മതേതരത്വം നശിച്ച ഈ മതവാദ്യ മലപ്പുറത്തിന് വേണ്ടി ഇനി എന്തിന് നമ്മൾ സംഘികളോട് പോരാടണം? മതേതരത്വം എന്നത് ഒരു മതത്തിന് വേണ്ടി മാത്രം ഒലത്താൻ വെച്ചൊന്നല്ല. 3, ഈ കഴിഞ്ഞു പോയ 10 വർഷ കാലയളവ് കൊണ്ട് ഇവന്മാരുണ്ടാക്കിയെടുത്ത സാമ്പത്തിക വളർച്ചയുടെ പുറകിലെല്ലാം തന്നെ നാട് നശിപ്പിക്കുന്ന പലവിധ ചെറ്റത്തരത്തിന്റെ അതിപ്രസരം കാണാൻ കഴിയുന്നുണ്ട്. മലദ്വാർ ഗോൾഡുമായി പിടിക്കപ്പെടുന്ന പ്രതികളുടെ എണ്ണത്തിൽ ഇവർ തന്നെ മുന്നിലുണ്ട്. കുഴലുമായി പിടിക്കുന്നവരുടെ എണ്ണത്തിലും ഇവർ തന്നെ മുന്നിലുണ്ട്. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമായ ലഹരിക്കടത്ത്, അതിലും ഇവർ മുന്നിൽ തന്നെയുണ്ട്. ഡെയിലി, ഓൾമോസ്റ്റ് ഡെയിലി, 1, 2 അല്ല, അതിനു മുകളിൽ മലപ്പുറംകാരാണ് ഓരോ ദിവസവും പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിലും വലിയ മറ്റൊരു ദുരന്തം, ഈ റീസെൻ്റ്ലി പിടിക്കപ്പെട്ട തീവ്രവാദികളുടെ കൂട്ടത്തിലും മലപ്പുറം മുന്നിലുണ്ട്. മറ്റൊരു സീരിയസ് വിഷയം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഈ കേരളത്തിലെ മാപ്ര മലരന്മാരെല്ലാവരും കൂടി ചേർന്ന് ഒതുക്കിയ ഈ കേരളത്തിന്റെ മതേതരവാദി സോഷ്യൽ മീഡിയ ഓളികളെല്ലാം ചർച്ചയ്ക്കെടുക്കാൻ ശ്രമിക്കാത്ത ഒരു വിഷയം, കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. അത് കേരളം കത്തിക്കാൻ പോകുന്നത്ര എക്സ്പ്ലോസീവ് മെറ്റീരിയൽസ് ആണ് NIA മലപ്പുറത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഇവിടുത്തെ മതേതരവാദികൾക്ക് നാക്ക് പൊങ്ങില്ല.